ദൈവത്തിൻ്റെ ശബ്ദം, ഗോഡ്സ് വോയിസ് ഫോർ ടുഡേ. ഇന്ന് നമ്മൾ സദൃശ്യവാക്യം 16:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ മനുഷ്യനുള്ളവ, നാവിന്റെ ഉത്തരമോ യഹോവയിൽ നിന്ന് വരുന്നു. ഹൃദയത്തിലെ നിരൂപണങ്ങൾ മനുഷ്യനുള്ളവ, നാവിന്റെ ഉത്തരമോ യഹോവയിൽ നിന്ന് വരുന്നു. മനുഷ്യന്റെ വഴികളെല്ലാം അവന്റെ ദൃഷ്ടികളിൽ നിർമ്മലമായി തോന്നുന്നു. യഹോവയോ ആത്മാക്കളെ തൂക്കി നോക്കുന്നു. നിന്റെ പ്രവർത്തികൾ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. ഈ 3-ാമത്തെ വാക്യം, നിന്റെ പ്രവർത്തികൾ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. Whatever you want to do, commit the things to the Lord. നിന്റെ വഴികളൊക്കെ യഹോവയിൽ സമർപ്പിക്കുക, നിന്റെ വിഷയങ്ങളൊക്കെ ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുക. എന്തു തന്നെ വിഷയങ്ങളാണേലും ആ ഉദ്ദേശങ്ങളാണേലും ദൈവം അത് സാധിപ്പിച്ചു തരും. നിന്റെ വഴികളൊക്കെയും, സങ്കീർത്തനം എന്ന് പറഞ്ഞ നിന്റെ വഴികളൊക്കെയും അവനിൽ ഏൽപ്പിച്ചു കൊടുക്കുക. എല്ലാ വഴികളും അവനിൽ സമർപ്പിച്ചു കൊടുക്കുക. നമുക്ക് ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. അതെല്ലാം ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ, കർത്താവിൽ സമർപ്പിക്കുമെങ്കിൽ, ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ നേടാൻ നമ്മുടെ എല്ലാ വഴികളും ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ അവൻ നമ്മുടെ ഉദ്ദേശങ്ങളെ സാധിപ്പിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മളെ തൂക്കി നോക്കാൻ നിഷ്പ്രയാസം കഴിയും. തിരുവചനം ഇങ്ങനെ പറയുന്നു, ഹൃദയങ്ങളെ കാണുന്ന ദൈവം. ആമേൻ. നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിന് കണ്ണാടി പോലെ കാണാം. ദൈവത്തിന് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ. നിന്റെ പ്രവൃത്തികൾ, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും യഹോവയ്ക്ക് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ദൈവത്തോട് ആമേൻ ഏൽപ്പിച്ചു കൊടുക്കുക. ആ ഏൽപ്പിച്ചു കൊടുക്കുന്ന കാര്യത്തിന്റെ മേൽ നമ്മുടെ എന്ത് ഉദ്ദേശമാണേലും ദൈവം സാധിപ്പിച്ചു തരും. അത് ദൈവഹിതത്തിന് ഒത്തവണ്ണമാണെങ്കിൽ 100% ദൈവം അത് സാധിപ്പിച്ചു തരും. ഒറ്റ കാര്യമുള്ളൂ, ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവത്തിന്റെ സമയമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നടത്തി തരുന്ന സമയമുണ്ട്. ആ സമയത്തിന് താഴ്ത്തി ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുക്കണം. തീർച്ചയായിട്ടും ദൈവം നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും മറുപടി തരും. ഒന്നുകൂടെ വായിക്കാം. നിന്റെ പ്രവർത്തികൾ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. നിന്റെ ഉദ്ദേശങ്ങൾ അവൻ സാധിച്ചു തരും. എന്തു തന്നെയാണേലും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്നത്തെ ദിവസത്തെ എല്ലാ പ്രവൃത്തികളും, നമ്മുടെ എല്ലാ വിഷയങ്ങളും, നടക്കേണ്ട എല്ലാ കാര്യങ്ങളും കർത്താവിന്റെ കാര്യങ്ങളിൽ, കർത്താവിന്റെ ഇടങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കെ അവൻ എല്ലാ ഉദ്ദേശങ്ങളും സാധിപ്പിച്ചു തരും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, പുത്രനായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർ അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രവൃത്തികളും, എല്ലാ വഴികളും കർത്താവിൽ സമർപ്പിച്ചു കൊടുക്കട്ടെ. അവരുടെ ഉദ്ദേശങ്ങളെ ദൈവം സാധിപ്പിക്കട്ടെ. നിങ്ങളുടെ എല്ലാ വഴികളും അവനിൽ ഏൽപ്പിച്ചു കൊടുക്കട്ടെ. കർത്താവ് അനുഗ്രഹത്തോടെ നടത്തുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ നൈസ് ഡേ.